സ്വീകരിക്കട്ടെ. നമ്മിൽ മരണപ്പെട്ടു പോയ ഉമ്മമാർ, ഉപ്പമാർ, അതുപോലെ തന്നെ മഹൽ നിവാസികൾ എല്ലാവരുടെ ഖബറിലേക്കും അല്ലാഹു എത്തിച്ചു ഇന്നലെ നമ്മൾ കേട്ട ദുരന്ത കാഴ്ചകൾ, ദുരന്ത വാർത്തകൾ, വയനാടിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയ എത്രയോ മുസ്ലിങ്ങൾ അല്ലാഹു തആല എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ആ പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു തആല അവർക്ക് മോചനം നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപക്ഷെ പലരെയും ഇപ്പോഴും കിട്ടാത്ത ഒരു സാഹചര്യം, ദയനീയമായ വാർത്തകൾ നമ്മൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും. ഒരു ഉസ്താദിനെ കിട്ടി എന്നൊക്കെ ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നതാണ്. അത് വ്യാജ വാർത്തയാണ്. അതായത് ചില കാരണങ്ങൾ നിർവഹിച്ച്, അതായത് ഈ ആള് ഉസ്താദാണെന്ന് അറിയാൻ വേണ്ടി അറിയില്ലല്ലോ, ആർക്കും കുറ്റമുട്ടില്ലല്ലോ, ബോധി കിട്ടുമ്പോൾ അതിന് പൂർവ്വസാദൃശ്യം നോക്കിയിട്ടൊക്കെ ആയിരിക്കും. ഏതായാലും അതിൻ്റെ മതപരമായ കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയാൻ ചെയ്താൽ മതി. മതപരമായ കാര്യങ്ങൾ തിരിച്ചറിയാൻ കാര്യത്തിൽ അത് നോക്കിയാൽ എന്തെങ്കിലും അറിയും. പക്ഷേ അതുകൊണ്ട് എന്തില്ല, അല്ല എന്നുള്ളതാണ്. വേറെ കിട്ടി എന്ന് പറയുന്നുണ്ടല്ലോ, നോക്കുമ്പോൾ സംഗതി അതല്ല. ഏതായാലും അല്ലാഹു തആല കാണാതായവർക്ക് അല്ലാഹു തആല തിരികെ എത്തിച്ചു കൊടുക്കട്ടെ. അവസാനം ഒന്ന് മുഖമെങ്കിലും കാണാൻ ആ കുടുംബങ്ങൾക്ക് അല്ലാഹു തആല വിധി നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെയുള്ള ദുരന്തങ്ങളിൽ നിന്നും പ്രളയങ്ങളിൽ നിന്നും അതുപോലെ മഴക്കെടുതികളിൽ നിന്നും അല്ലാഹു തആല നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ നാടിനെയും ആരൊക്കെ ഈ ഒരു ദുരിതം അനുഭവിക്കുന്നുവോ അല്ലാഹു അവർക്കൊക്കെ കര കയറ്റി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നബിയോടൊരിക്കൽ രാവിലെ പറഞ്ഞതുപോലെ ആളുകൾ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, മഴയില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹ് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു, പഠിപ്പിക്കുകയും അവിടെ ദുആ ചെയ്യുകയും ചെയ്തു. മഴ വർഷിച്ചു, യഥേഷ്ടം കോരിച്ചൊല്ലിയ ശേഷം വീടുകളൊക്കെ ഒലിച്ചു പോയപ്പോൾ നമ്മളൊക്കെ ആലോചിച്ചാൽ മതി. ഈ ഹദീസ് പറയുമ്പോൾ നമുക്കിതിൻ്റെ ഗൗരവം ബോധ്യപ്പെടില്ല. പക്ഷേ അള്ളാഹു നമ്മുടെ വീടുകളിൽ നമ്മുടെ കുടുംബങ്ങളൊക്കെ അള്ളാഹു തആല സംരക്ഷിക്കട്ടെ. ഇന്നലെ പുലർച്ചെ കിടന്നുറങ്ങുന്ന കുട്ടികളാണ്, ഉമ്മമാരാണ്, വാപ്പമാരാണ്. വെള്ളത്തിൽ ഒലിച്ചു പോയി എവിടെയെന്ന് പോലും അറിയാതെ അന്തം വിട്ടു നിൽക്കുന്ന ദയനീയമായ കാഴ്ചകൾ. പലരും പറയുന്നത് ഉപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, അനിയൻ മരിച്ചു, ഇങ്ങനെയുള്ള സങ്കട കഥനങ്ങൾ അല്ലാഹു തആല അങ്ങനെയുള്ള വാർത്തകളിൽ നിന്ന് അല്ലാഹു തആല അങ്ങനത്തെ അവസ്ഥകളിൽ നിന്ന് നമ്മയും കുടുംബങ്ങളെയും അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ഒരുപക്ഷെ ദുനിയാവിൻ്റെ സുഖം അല്ലെങ്കിൽ എന്തെന്നറിയാത്ത കുഞ്ഞു മക്കൾ പോലും, കുഞ്ഞു പൈതങ്ങൾ പോലും ഇന്നലെ കണ്ടിട്ടുണ്ടാവും. ഒരു കാട്ടിൻ്റെ ഉള്ളിൽ ഒരു കുട്ടി കിടക്കുന്ന രംഗം, മരച്ചില്ലകൾക്കിടയിലൊക്കെ ഈ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ഇടയിൽ കിടക്കുന്ന രംഗം. ഈ അടുത്തൊന്നും ഇത്ര വലിയ ദയനീയമായ കാഴ്ച കണ്ടിട്ടില്ല. അല്ലാഹുക്ക് ഇത്രയേ ഉള്ളൂ. നമ്മൾ എത്ര നിസ്സഹായർ, മനുഷ്യന്മാർ എത്ര നിസ്സഹായർ എന്നുള്ളതിന് തെളിവാണ്. സൂറത്തുൽ കഹഫിൽ പറയുന്നുണ്ട്, വലിയ വലിയ പ്രതാപത്തോടൊക്കെ നിൽക്കുന്ന നാടുകൾ അല്ലാഹു തആല മാറ്റിമറിച്ച രംഗങ്ങൾ പറയുന്നുണ്ട്. തലേന്ന് വളരെ സമൃദ്ധമായി നിൽക്കുന്ന തോട്ടം നേരം പുലരുമ്പോഴേക്ക് കൈവെള്ളഞ്ഞ് മറിച്ചിട്ടതുപോലെ നാടിനെ പോലും തരിശാക്കി കളഞ്ഞ. ഒരുപക്ഷെ ഇന്നത്തെ വാർത്തകളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രളയം നടന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അവിടെ എന്തില്ല, അറിവില്ല. മുമ്പ് അറിവില്ല, അറിവുള്ളത് തോടക്കുള്ള പ്രവൃത്തിയാണ്. അതുപോലെ എന്താണ്, പ്രളയത്തിന് വലിയ സാധ്യതകളൊന്നും ഇല്ലാത്ത ഏരിയയാണ്.
അരുവിയോ തോടോ ഒന്നുമില്ലാത്തൊരു സ്ഥലം നാടിനെന്ത് അള്ളാഹു തോടാക്കി മാറ്റി. ഒഴിഞ്ഞ വിജനമായ പ്രദേശങ്ങളിൽ വെള്ളത്തിൻ്റെ നീർച്ചാൽ പോലും ഇല്ലാത്ത സ്ഥലത്താണ് നിൽക്കുന്നത്. ഒന്നായി പൊട്ടി ഒഴിച്ചിരുന്നു. അതിൽ വീടുകളും മരങ്ങളും എല്ലാം ചെയ്തു തകർന്നടിഞ്ഞു പോയി. ഇതാണ് അവസ്ഥ. ഇപ്പോൾ നമ്മൾക്കറിയാം